ഹായ്. നമ്മുടെ ഓട്ടോറിക്ഷയും കൊണ്ട് പോകുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന കുറേ പ്രശ്നങ്ങളുണ്ട്. ഒന്നാമത്തെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ സ്കൂട്ടിക്കാരോട് പറയാനുള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, സ്കൂട്ടിക്കാർ നിങ്ങൾ ദൈവത്തെ ഓർത്ത് എന്ത് ചെയ്യരുത്, ഈ വെള്ളവരെ മാത്രം നോക്കി പോകരുത്. ഞങ്ങളത് ചെറിയ വണ്ടിയല്ലേ, അപ്പോൾ നമ്മളുടെ വണ്ടി ഓവർടേക്ക് ചെയ്ത് കയറാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ, പ്രത്യേകിച്ച് പെണ്ണുങ്ങളുടെ കാര്യമായിട്ടോ ഞാൻ പറയണത്, പെണ്ണുങ്ങൾ അതേപോലെ തന്നെ വെള്ളവരെ നോക്കി അങ്ങനെ പോകും. വെള്ളവരെ നോക്കി അങ്ങനെ പോയിട്ട് വേറൊരു വണ്ടിക്ക് കയറാനും പറ്റൂല, അതുപോലെ എടുത്ത സൈഡിൽ കൂടെ നമുക്ക് ഓവർടേക്ക് ചെയ്യാനും പറ്റില്ല. ബൈ ചാൻസ് അങ്ങനെ ഓവർടേക്ക് ചെയ്ത് പോലും എപ്പോഴാണ് ഇങ്ങോട്ട് തിരിയാതുള്ള നമുക്ക് പറയാൻ പറ്റില്ല. അതൊരു മെയിൻ പ്രശ്നമാണത്. പിന്നെ അതേപോലെ അടുത്ത പെണ്ണുങ്ങൾ ശ്രദ്ധിക്കേണ്ടതും, പെണ്ണുങ്ങളെന്നല്ല കേട്ടോ, പൊതുവെ ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, എല്ലാ പെണ്ണുങ്ങൾ ഉദ്ദേശിച്ചല്ല പറയണേ, ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ റോഡിലൂടെ ഇങ്ങനെ പോണ സമയത്ത് നമുക്ക് റൈറ്റ് സൈഡിലോട്ട് കയറണം എന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, ഈ ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ട് ചാരി നിർത്തിയിട്ട് അങ്ങോട്ട് കയറാൻ വേണ്ടി ശ്രമിക്കരുത്. ഇൻഡിക്കേറ്റർ നിൽക്കുന്ന ടീമുണ്ട് കുറേ. അപ്പോൾ അവർ എന്നാണ് തിരിഞ്ഞ് പോകുക എന്നുള്ളത് ആർക്കും പറയാൻ പറ്റില്ല. തിരക്കില്ലാത്ത റോഡാണെങ്കിൽ ഓക്കെ, നിങ്ങളെ സൗകര്യം പോലെ ഒരു സൈഡിൽ നിർത്തിയിട്ടൊക്കെ നിങ്ങൾക്ക് പോകാം. അല്ലാത്ത പക്ഷം നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു ലെഫ്റ്റ് സൈഡിലോട്ട് ചാരി നിന്ന് അവിടുന്ന് വണ്ടി വരുന്നുണ്ടോ, ഇവിടുന്ന് വണ്ടി വരുന്നത്, അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം നിങ്ങൾക്ക് പോകാൻ എത്തുന്ന ഒരു ലൊക്കേഷൻ എത്തിയെന്ന് കണ്ടു കഴിഞ്ഞാൽ, റൈറ്റിലേക്ക് കയറേണ്ട ലൊക്കേഷൻ എത്തിയെന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, അപ്പോൾ ഈ സമയത്ത് ഈ വെള്ളവരേൻ്റെ അടുത്തേക്ക് ഇങ്ങനെ മെല്ലെ മെല്ലെ ചാഞ്ഞ് ഇങ്ങനെ വന്ന്, അപ്പോൾ നിങ്ങൾക്ക് ആ സൈഡത്തെ വണ്ടി മാത്രം നോക്കിയത്, ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് ആ നടു റോട്ടിൽ നിന്നോളൂ. നടു റോട്ടിൽ നിന്ന് ഇൻഡിക്കേറ്റർ നിൽക്കുന്നു കഴിഞ്ഞാൽ മെല്ലെ 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 നിങ്ങൾക്ക് കയറി പോകാൻ പറ്റും. അല്ലാതെ നിങ്ങൾ ഈ ലെഫ്റ്റ് സൈഡിൽ കൊണ്ട് നിർത്തിയിട്ടിട്ട് നമ്മൾ ഇത് കൂടെ പോകുമ്പോൾ നമ്മൾ നോക്കലും ആ ഒരു ഇതാക്കലും പെട്ടെന്നുള്ള കയറ്റലും ഒക്കെ ഭയങ്കര അപകടം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ. അതുകൊണ്ട് പറഞ്ഞാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നേരെ ലെഫ്റ്റ് സൈഡിലോട്ട് റൈറ്റിലോട്ട് പോകുകയാണെന്ന് വെച്ചെങ്കിൽ റോഡിൻ്റെ വെള്ളവരനോട് അടുത്ത് ഇങ്ങനെ വന്ന് പതുക്കെ ഇങ്ങോട്ട് പോകാൻ ശ്രമിക്കുക. അതൊന്ന്. പിന്നെ ചിലവർക്ക് നമ്മൾ ഓട്ടോക്കാർക്ക് പറ്റാത്തൊരു സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ലെഫ്റ്റിക്ക് ഇൻഡിക്കേറ്റർ ഇട്ട് വലത്തേക്ക് തിരിയുക, അതങ്ങനത്തെ കുറേ ടീമുകളുണ്ടെന്ന് അറിയും. അപ്പോൾ അത് നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ തിരിഞ്ഞ് പോകുന്നതല്ല. ഞങ്ങൾക്ക് മനഃപൂർവ്വം ലെഫ്റ്റിക്ക് റൈറ്റിക്ക് കയറാൻ വേണ്ടി ലെഫ്റ്റിക്ക് ഇൻഡിക്കേറ്റർ ഇടില്ല. നമ്മൾ വണ്ടി ഇരിക്കുന്ന പാസഞ്ചേഴ്സ് പറഞ്ഞ പോലെ ഇരിക്കും. അപ്പോൾ പറയും നമുക്ക് ഇവിടെ നിർത്തണം കേട്ടോ അറിയും, ഇത് ആ കടേൻ്റെ മുന്നിൽ നിന്ന് അറിയും. അപ്പോൾ ആ കടേൻ്റെ മുന്നിൽ നമ്മൾ നിർത്തുന്ന സമയത്ത് ലെഫ്റ്റിക്ക് ഇൻഡിക്കേറ്റർ നിർത്തുന്ന സമയത്ത് ഇവിടെ അല്ല, ഓപ്പോസിറ്റ് സൈഡിൽ വരും. അപ്പോൾ നമ്മൾ വീണ്ടും റൈറ്റിക്ക് ഇൻഡിക്കേറ്റർ അല്ലെങ്കിൽ റൈറ്റിക്ക് കയറേണ്ടി വരും. അങ്ങനത്തെ സിറ്റുവേഷനൊക്കെ വരും. അങ്ങനെ അവർ പാസഞ്ചേഴ്സ് പറഞ്ഞ പോലെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ മനഃപൂർവ്വം തീരെ വിദ്യാഭ്യാസത്തെ ആൾക്കാരെല്ലാം ഓട്ടോറിക്ഷക്കാരും മനഃപൂർവ്വം ഞങ്ങൾ എന്ത് ചെയ്യുന്നില്ല, ഈ ലെഫ്റ്റിക്ക് ഇൻഡിക്കേറ്റർ വലത്തേക്ക് കയറാൻ ശ്രമിക്കുന്നില്ല. അപ്പോൾ നിങ്ങളൊന്ന് മനസ്സിലാക്കുക, നമ്മുടെ അടുത്ത് പാസഞ്ചേഴ്സ് എന്താണോ പറഞ്ഞത് അത് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇതേ ഡ്രൈവർമാർ ചിലപ്പോൾ കാർ ഓടിച്ച് പോകുന്നുണ്ടാവും, പെർഫെക്റ്റ് ഡ്രൈവിംഗ് ആയിരിക്കും, അതിന് നിങ്ങൾക്കൊന്നും പറയാം. പക്ഷേ പൊതുവെ ഓട്ടോക്കാരോട് എല്ലാവർക്കും ഒരു കണ്ണുകടിയാണ്. അവർ ഒന്നിനും കൊള്ളാത്തവരാണ്, ഒരു ഇതും വകുപ്പില്ലാത്ത ടീംസാണെന്നുള്ളൊരു ചിന്ത ഉണ്ട്. അത് തെറ്റാട്ടോ. പിന്നെ അതേപോലെ അടുത്തൊരു കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇൻഷുറൻസിൻ്റെ കാര്യം. ഒരു ഇൻഷുറൻസ് ഓഫീസർ ഇതുപോലെ ഒരു വണ്ടി കയറിയായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അവർ പറഞ്ഞത്, അവർ സംസാരത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത്, ഈ ഏറ്റവും കൂടുതൽ കുറഞ്ഞ ആക്സിഡൻറ്റും കുറഞ്ഞ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യണതും ഉള്ള വാഹനത്തിൽപ്പെട്ടതെന്നാണ് ഓട്ടോറിക്ഷ. അതിന്ന് വളരെ റെയറായിട്ടാണല്ലോ ഈ ക്ലെയിം ചെയ്യൽ പരിപാടി വരുന്നത്. ഏറ്റവും കൂടുതൽ ഇൻഷുറൻസ് കമ്പനിക്ക് ക്ലെയിം ചെയ്യുന്ന സംഭവമാണ് ഒന്ന് ബൈക്ക്, സെക്കൻഡ് കാറ്. ഈ രണ്ട് സംഭവങ്ങളിൽ നിന്നാണ് കൂടുതലായിട്ട് ക്ലെയിംസ് വരാറുള്ളത്. ഓട്ടോറിക്ഷക്കാരെ കൊണ്ട് അത്ര വലിയൊരു ശല്യമൊന്നുമില്ല. പക്ഷെ പൊതുവേ എല്ലാവരും പറയും ഇങ്ങനെയാണ് മറ്റേതാണ്, പെട്ടെന്ന് എപ്പോഴാണ് തിരിക്കാൻ വരാൻ പറ്റില്ല അതൊക്കെ. പിന്നെ അതേപോലെ വേറൊരു കാര്യം കൂടെ പറയണ്ട, പറഞ്ഞപ്പോൾ ഒരു കാര്യം ഓർമ്മ വന്നു. വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. ഇപ്പോൾ നമ്മൾ ചില ആൾക്കാരെ നമ്മൾ ഇറക്കിയതിൻ്റെ ശേഷം ലെഫ്റ്റ് സൈഡിൽ നമ്മൾ കൊണ്ടുപോയി നിർത്തി ആളെ ഇറക്കിയതിൻ്റെ ശേഷം ചിലവരുണ്ട് പറയുന്നത്, അങ്ങോട്ട് കയറിയതിൻ്റെ ശേഷമാണ് ഓൻ തിരിഞ്ഞു നോക്കുന്നത് വണ്ടി വരുന്നുണ്ടോ എന്നുള്ളത്. അതങ്ങനെയല്ല അതിൻ്റെ സംഭവം. നമ്മുടെ മിററിൽ നമുക്ക് തൊട്ട ബാക്കത്തെ കാറിനെ പോലെ കാണാൻ പറ്റില്ല, കാരണം അതൊരു കവർ ചെയ്തൊരു സംഭവമല്ലേ. തൊട്ട ബാക്കത്തെ വണ്ടി ഉണ്ടോ ഇല്ല എന്നുള്ള നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ ഫ്രണ്ട് ഭാഗം കുറച്ചങ്ങോട്ട് റൈറ്റ് സൈഡിലോട്ട് കുറച്ചൊരു കട്ട് ചെയ്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ലെഫ്റ്റ് സൈഡ് ബാക്കിലൂടെ നമുക്ക് വണ്ടി വരുന്നത് നമുക്ക് മിററിൽ നോക്കി കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊരു കാരണമുണ്ട്. അല്ലാതെ ഞങ്ങൾക്ക് മനഃപൂർവ്വം അങ്ങോട്ട് കയറ്റിയിട്ട് കൊണ്ട് സഡൻ അടിച്ച് നിർത്തിയിട്ട് നിങ്ങളെ പേടിപ്പിക്കാനൊന്നുമല്ല. അതതിൻ്റെ ഓരോരോ കാരണങ്ങളാണ്. അപ്പോൾ ഇത് ഡ്രൈവിങ്ങിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. പിന്നെ അടുത്ത മെയിൻ ടീം ആരാറിയാം എനിക്ക്, ബസ്സാർ. എൻ്റെ പൊന്നോ ഒരു രക്ഷയില്ല, ഓൾക്ക് തോന്നിയോടത്ത് നിർത്താം. അതിൻ്റെ ബാക്കിൽ നമ്മൾ ഓണടിച്ചിട്ട് ഒരു കാര്യമില്ല, ഓല് മാറ്റി തരില്ല. ഓല് അവിടെ അങ്ങനെ നിൽക്കും. നേരെ മറിച്ച് നമ്മളെങ്ങനെയാണോ ഓലെ മുന്നിൽ നിന്നുണ്ടെങ്കിൽ ഓണടി അങ്ങോട്ട് കേട്ടിട്ടുണ്ടെങ്കിൽ സഹിക്കാൻ പറ്റില്ല, അമ്മായിരത്തെ ഓണടിയാവും. അപ്പോൾ അത് ബസ്സുകാരുടെ അടുത്തും കൂടെ പറയാണ്ട്, ബ്ലോക്ക് ഉണ്ടാവുന്ന സമയത്തൊക്കെ നിങ്ങൾ എന്തിനാണ് ഓണടിക്കുന്നത് എന്നൊക്കെ മനസ്സിലാവും. വലിയ ലൈനിൽ ബ്ലോക്ക് ഇങ്ങനെ നിൽക്കും, അപ്പം കാണാൻ നോക്കുമ്പോൾ ബാക്കിൽ നിന്നിട്ട് ബസ് എന്തിന് നിങ്ങൾ ഓണടിച്ച് കഴിഞ്ഞാൽ മുന്നത്തെ ബ്ലോക്ക് മാറുമോ? നിങ്ങൾ പറയും.